പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി പുകയുന്നതിനിടെ LDF നേതൃയോഗം വിളിക്കാൻ ധാരണ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയുടെ അറിവോടെ മന്ത്രി MB രാജേഷ് അഴിമതി നടത്തിയെന്നാണ് VD സതീശന്റെ ആരോപണം. മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയതിൽ ഇടതുമുന്നണിയിലെ CPI, RJD എന്നീ പാർട്ടികൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. വിഷയം മുന്നണി നേതൃത്വത്തെ അറിയിക്കാൻ CPI തയ്യാറെടുക്കുന്നു. മദ്യനിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയത് മുന്നണി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് RJDയുടെ തീരുമാനം. ഈ പശ്ചാത്തലത്തിലാണ് LDF യോഗം വിളിക്കാൻ ധാരണയായിരിക്കുന്നത്. കൺവീനർ TP രാമകൃഷ്ണനുമായി നടത്തിയ ചർച്ചയിൽ CPM ജില്ലാ സമ്മേളനം തിരക്ക് കഴിഞ്ഞാൽ യോഗം ചേരാമെന്ന് മുഖ്യമന്ത്രി സമ്മതം മൂളി. ഈ മാസം 11-ന് ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കൂ. അത് കഴിഞ്ഞ് യോഗം ചേരാനാണ് നേതൃതലത്തിലെ ധാരണ. 8-ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മുന്നണി യോഗത്തിന്റെ തീയതി നിശ്ചയിച്ചേക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരായ പ്രക്ഷോഭമാകും പ്രധാന അജണ്ടയെങ്കിലും ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അറിയിച്ചു. ഇതിനിടെ എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയെന്നതാണ് പുതിയ ആരോപണം. മന്ത്രി പറഞ്ഞ പച്ചക്കള്ളം IOCയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമായിട്ടാണ് ഈ കമ്പനി വന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും IOCയുടെ അംഗീകാരവും കിട്ടുന്നതിന് മുമ്പ് ഈ കമ്പനി ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് വന്നു. ഇവർക്ക് വേണ്ടി മദ്യനയം മാറ്റി എഴുതി. കമ്പനി എക്സൈസ് മന്ത്രി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി എക്സൈസ് മന്ത്രിയായിട്ട് അതിന് ഇടനിലക്കാരുമുണ്ട്. 24 തിരുവനന്തപുരം.